SFI നേതാവ് താജുദ്ദീനാണ് ഇത്തവണ നാദാപുരത്ത് CPIഎമ്മിനെ കേന്ദ്രീകരിച്ച മത്സരിക്കാനെത്തുന്നത്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്തൊക്കെ മാറ്റങ്ങളാണ് നാദാപുരത്ത് കൊണ്ടുവരുന്നതെന്ന്, എന്തൊക്കെ വികസനങ്ങളാണ്? വികസനം തീർച്ചയായും കേരളത്തിൽ ഈ 10ാം വർഷത്തിലേക്ക് കടക്കുന്ന LDF ഗവൺമെൻറ് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ പരിധിയിൽ, പ്രത്യേകിച്ച് നാദാപുരം ഡിവിഷനിൽ വിദ്യാഭ്യാസ മേഖലയിലും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിനാണ് വിജയിച്ചു വന്നാൽ നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. തനത് പരിപാടികളും ഇതിനോടൊപ്പം ഉൾപ്പെടുന്ന പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമായിരിക്കും എൻ്റെ ഭാഗത്തുണ്ടാവുക. ഈ വിദ്യാർത്ഥി സംഘടനയിൽ നിന്നിട്ടാണ് ഇങ്ങോട്ടേക്കൊരു മാറ്റം, അത് എത്രത്തോളം വിജയകരമാകും? അതെ, കഴിഞ്ഞ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിനിടയിൽ നിരവധിയായിട്ടുള്ള സ്കൂൾ, കോളേജ്, അതുപോലെ തന്നെ സർവകലാശാല തിരഞ്ഞെടുപ്പുകൾക്ക് നമ്മൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഒരു പൊതു തെരഞ്ഞെടുപ്പ് ആദ്യമായാണ് കടന്നു വരുന്നത്. ഇപ്പോൾ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിക്കുന്നത്. അതിൽ വലിയ ഒരു വിശ്വാസവും അതുപോലെ തന്നെ ചാരിതാർത്ഥ്യവും എല്ലാം ഉള്ളത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നാദാപുരത്ത്, നേരത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ ഭാരവാഹിയായത് നാദാപുരത്താണ്. അപ്പോൾ നാദാപുരത്ത് മത്സരിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമാണ്. പാർട്ടി ആ നിലയിൽ പരിഗണിച്ചത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിനിടയിൽ കിട്ടിയ ഒരു അനുഭവം. ഞങ്ങളെല്ലാം സമരത്തിന് നേതൃത്വം കൊടുക്കുകയും ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടി പ്രതീക്ഷിക്കുന്ന കാര്യം ഞങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമാണ്. SFI ആണ് ഞങ്ങളെല്ലാം ആ നിലയിൽ രൂപപ്പെടുത്തിയത്. അതിൻ്റെ ഒരു അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം കാണുകയാണ്. UDFിൻ്റെ ഒരു കേന്ദ്രമാണ് നാദാപുരം, ചോപ്പിക്കാൻ സാധിക്കുമോ? തീർച്ചയായും UDFിൻ്റെ കേന്ദ്രമെന്ന് പറയാൻ കഴിയില്ല. അവിടുത്തെ നിയമസഭാ മണ്ഡലം പ്രതിനിധീകരിക്കുന്നത് ഇടതുപക്ഷ MLA സഖാവ് EK വിജയേട്ടനാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സിറ്റിംഗ് സീറ്റ് എന്നുള്ളതല്ല, പുതിയ കാലഘട്ടത്തിൽ നന്നായി ഈ കാര്യങ്ങളെ ചർച്ച ചെയ്യാൻ വേണ്ടി കഴിയുന്ന, തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഡിവിഷനിലാകെ നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ജനങ്ങൾ, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മതനിരപേക്ഷ വിശ്വാസികളായിട്ടുള്ള, ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നതിൽ ഇപ്പോൾ ഒരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ നവംബർ 1 ഉൾപ്പെടെ നടപ്പിലാക്കിയ പദ്ധതികൾ, പ്രഖ്യാപിച്ച വലിയ പദ്ധതികളാണ്. വിദ്യാർത്ഥി മേഖലയിലും യുവജന മേഖലയിലും സ്ത്രീകൾക്കും എല്ലാം വലിയ ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ പദ്ധതികളുമെല്ലാം നടപ്പിലാക്കിയതിൻ്റെ തുടർച്ചയിൽ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു UDF കോട്ട എന്നുള്ളതല്ല, അവിടെ നിന്ന് ഈ പറയുന്ന രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾക്ക് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ അവിടുത്തെ ജനങ്ങൾ, വോട്ടർമാർ തയ്യാറാകുമെന്ന് തന്നെയാണ് വിജയപ്രതീക്ഷയാണ് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ളത്. നാദാപുരത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേണ്ടുന്ന ഒരു അടിസ്ഥാന വികസനം എന്താണ്? അടിസ്ഥാന വികസനം എന്ന് പറയാൻ അവിടെ MLA എന്നുള്ള നിലയിൽ എല്ലാ പഞ്ചായത്തിലും ആവശ്യമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കൊരു പോളിടെക്നിക് ഗവൺമെൻറ് കോളേജ് മാത്രമാണ് അവിടെ നാദാപുരം മണ്ഡലത്തിൽ നമുക്ക് ആകെ ഉള്ളത്. അപ്പോൾ പോളിടെക്നിക് ആ നിലയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ITI വളയത്ത് ഇപ്പോൾ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത ബഹുനില കെട്ടിടമാണ്. അപ്പോൾ കൂടുതൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ആണ് ഇത് പങ്കുവെക്കുന്നത്. മറ്റ് കാർഷിക മേഖലയിൽ, മലയോര മേഖലയാണ്, കാർഷിക മേഖലയായാലും മറ്റ് എല്ലാം പഠിച്ചതിന് ശേഷം മാത്രമാണ് പറയാൻ കഴിയുക. വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ള നിലയിൽ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടുത്തെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ പങ്കുവെക്കാനും അവർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഉന്നതിയിലേക്ക് കടന്നു വരാൻ വേണ്ടി കഴിയുന്ന വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ആദ്യമായി ഒന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഈ വോട്ട് പിടിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രം ഏതായിരിക്കും പ്രധാനമായിട്ടും? അത് തീർച്ചയായും ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് പുതിയ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം വോട്ടിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന ജെൻസി കാലഘട്ടമാണ്. അത് വലിയ നിലയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവരെ കേന്ദ്രീകരിച്ചുള്ള സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അവരുടെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്യാമ്പയിൻ ചെയ്യാനും, പ്രത്യേകിച്ച് മുന്നണി താഴെ തലം വരെ, ബൂത്ത് തലം വരെ ഹൗസ് കമ്മിറ്റി എല്ലാം രൂപീകരിച്ചുള്ള പ്രവർത്തനമാണ് അവിടെ നടപ്പിലാക്കുന്നത്. എല്ലാ വോട്ടർമാരെയും നേരിൽ കണ്ടുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പൊതുവായ പ്രശ്നങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ പറയുമ്പോൾ വികസനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു തലമുറയായി യുവജനങ്ങളും വിദ്യാർത്ഥികളും മാറും. അതോടൊപ്പം ആ വികസനത്തിന് മുന്നിട്ട് നൽകുന്ന അല്ലെങ്കിൽ വികസനത്തെ ചേർത്ത് പിടിക്കുന്ന ജനങ്ങളായിരിക്കും ആ പ്രദേശത്താകെ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജൻസികൾ എന്ന് മാത്രമല്ല, മുതിർന്ന പൗരന്മാരുടെ കാഴ്ചപ്പാട് വളരെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അവരെങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും? അല്ല, അത് ഈ മുന്നണി എന്നുള്ള നിലയിൽ പാർട്ടിയും മുന്നണിയും എല്ലാം പരമ്പരാഗതമായി നടത്തുന്ന ഒരുപാട് പ്രചരണ പ്രവർത്തനങ്ങളുണ്ട്. അത് വീട് കയറലായാലും കുടുംബയോഗങ്ങളും അതുപോലെ തന്നെ ആ നിലയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അതോടൊപ്പം ഞാൻ പറഞ്ഞ ഈ വലിയ പ്രഖ്യാപനങ്ങൾ, നവംബർ 1 മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ വലിയ നിലയിൽ നോക്കിക്കാണുന്ന സമൂഹമാണ്. ഈ പറയുന്ന 35-നപ്പുറത്തേക്ക് 60 വയസ്സിന് മുകളിലുള്ള പെൻഷൻ ഉൾപ്പെടെ സ്ത്രീകൾക്ക് പ്രഖ്യാപിക്കുന്ന നിലയിൽ അത് വലിയൊരു മേഖലയാണ്.
കർഷകർക്ക്, അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾക്ക്, ക്ഷേമനിധി പിന്നെ ആനുകൂല്യം പറ്റുന്ന ആളുകൾക്ക് അവരെയെല്ലാം ഈ ഗവൺമെൻറ് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും വിദ്യാർത്ഥികൾ മാത്രമല്ല എല്ലാവരെയും, യുവജനങ്ങളെയും സ്ത്രീകളെയും പ്രായഭേദമന്യേ ചേർത്ത് പിടിച്ച ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷമായി കാണുന്നുണ്ട്. അപ്പോൾ അത് മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ തീർച്ചയായും ഇടതുപക്ഷത്തിന് എല്ലാ ആളുകളും വോട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വലിയൊരു ഒരു ചെങ്കൊടി തന്നെ നാദാപുരത്ത് പാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ യുവതാരനിരകളുടെ ഈ ഒരു വരവ് അത് വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിന പിച്ചറയ്ക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.